ഈ ദിവസങ്ങളിൽ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ചേട്ടാ നല്ലൊരു ഊത് പെർഫ്യൂം വേണം, അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം, നല്ല മണമായിരിക്കണം, തല പെരുക്കുന്നതാവരുത്, ഹൈ ക്വാളിറ്റി ആയിരിക്കണം, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഊതിൻ്റെ മണമായിരിക്കണം, നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഊതായിരിക്കണം. ഊത് തന്നെ വളരെ സ്ട്രോങ് ആകാറുണ്ട്, വളരെ ഡാർക്ക് ആകാറുണ്ട്, എങ്കിൽ പോലും കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റി ഊത് മണമുള്ള ഒരു പെർഫ്യൂം, തനി ഊതായിരിക്കണം. അതിനിടയിൽ ഇങ്ങനെ റോസ് വന്ന് റോസിൻ്റെ മണം മുഴുപ്പിച്ച് നിൽക്കുന്നതോ അല്ലെങ്കിൽ മറ്റു നോട്ടുകൾ കയറിക്കൂടി ഊതിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഊതാകരുത്. യഥാർത്ഥ ഊതിൻ്റെ മണമുള്ളൊരു നല്ലൊരു പെർഫ്യൂം വേണം എന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ട് ഞാനും വ്യക്തിപരമായി ഉപയോഗിക്കുന്ന, എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. നിങ്ങൾക്കറിയാം ഞാനൊരു ഫ്രഷ് പെർഫ്യൂം ലവറാണ്. എങ്കിലും വല്ലപ്പോഴൊക്കെ ഈ ഒരു കാലാവസ്ഥ, ഇപ്പോഴത്തെ ഈ ഒരു മഴയുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് ഊതും ഡാർക്ക് പെർഫ്യൂമൊക്കെ നമുക്ക് ധാരാളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീസണാണ്. ഈ സീസണിൽ ഞാൻ കൊണ്ടുവന്ന പെർഫ്യൂമാണ് ഗിർലാൻ ഊദ് എസെൻഷ്യൽ. ഗിർലാൻ എന്നുള്ള ഹൗസ് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, തറവാടികളായിട്ടുള്ളൊരു ഹൗസാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. മറ്റൊരു പെർഫ്യൂമിനെയും ഇമിറ്റേറ്റ് ചെയ്യാത്ത, അനുകരിക്കാത്ത ഒരു തറവാടാണ് ഗിർലാൻ്റെ തറവാട്. അവർ നല്ല പെർഫ്യൂംസ് മാത്രമേ ഇറക്കാറുള്ളൂ. ഗിർലാൻ്റെ പെർഫ്യൂമുകളൊക്കെ തന്നെ എല്ലാം പേര് കേട്ടതാണ്. നല്ല പെർഫ്യൂമേഴ്സിനെ വെച്ചിട്ടാണ് ഗിർലാൻ പെർഫ്യൂം ഇറക്കുന്നത്. അങ്ങനെ 2017 അവർ ഇറക്കിയ പെർഫ്യൂമാണ് ഊദ് എസെൻഷ്യൽ. നമ്മുടെ ഇരിക്കുന്നത് 2024 ബാച്ചാണ്, 2 വർഷം മുമ്പുള്ള ബാച്ചാണ് കയ്യിലുള്ളത്. ബാച്ച് കോഡ് 4J01. ടെസ്റ്ററാണ് കയ്യിലുള്ളത്, ടെസ്റ്റർ ബാച്ച്. 125 ml ആണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 12,000-15,000 രൂപ അടുപ്പിച്ചാണ് വില വരുന്നത്. ഇപ്പോൾ നൈക്കയിലൊക്കെ 18,000 രൂപ കൊടുത്തിട്ടുള്ളത് ഓവർ പ്രൈസ്ഡാണ്. എങ്കിലും നിങ്ങൾക്ക് ഒരു 12-13 റേഞ്ചിൽ നമുക്ക് ഈ ഒരു പെർഫ്യൂം കിട്ടും. ഇത് 125 ml ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ജ്യൂസ് ഉണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ്. ജ്യൂസിൻ്റെ അളവ് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇവിടെ ഗിർലാൻ്റെ ലോഗോയും കാര്യങ്ങളും, മുകളിൽ ലോഗോ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ബി, വണ്ടാണോ തേനീച്ചയാണോ കടന്നലാണോ ഒന്നും അറിയില്ല, എന്തൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഗിർലാൻ്റെ ലോഗോ കാണാം. ഇനി ഇതിൻ്റെ നോട്ട്, സെൻറ്റ് പ്രൊഫൈൽ ആദ്യം പറയാം. ഊദ് ലെതർ വാം സ്പൈസി ആംബർ വുഡി റോസ് ഫ്രഷ് സ്പൈസി അനിമലിക് മെറ്റാലിക് സ്മോക്കി. പെർഫ്യൂമർ തിയറി വേസർ എന്നുള്ളൊരു പെർഫ്യൂമറാണ്. നല്ല പെർഫ്യൂമറാണ്. ലാൻഗം, അങ്ങനെ ഒട്ടുമിക്ക നമ്മുടെ പല ഫേവറേറ്റ് പെർഫ്യൂംസൊക്കെ പുള്ളിക്കാരനാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നോക്കാം. നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് നോട്ടേ ഉള്ളൂ. അഗർവുഡ്, അതായത് ഊത് തന്നെയാണ്. ലെതർ, ഒളിബാനം, സാഫ്രോൺ, റോസ്, സീഡർവുഡ്, ദേവദാരു വൃക്ഷത്തിൻ്റെ മണം. ഞാൻ എല്ലാ പെർഫ്യൂമിനും കഥ പറയുന്ന ആളല്ല, പക്ഷേ ചില പെർഫ്യൂമിന് എനിക്ക് ചില ഓർമ്മകളുണ്ട്, അത് മാത്രമേ ഞാൻ പങ്കുവയ്ക്കാറുള്ളൂ. ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞത് പണ്ട് ഞാൻ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന സമയത്ത്, അതിൻ്റെ തുടക്കക്കാരനായിരുന്നു, ഒരു 6-7 കൊല്ലം മുമ്പ്. ചില ദിവസങ്ങളിൽ, മിക്കവാറും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാർക്കറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അന്ന് ഒരു ജോയിനി ആയതുകൊണ്ട് എനിക്കും വേറൊരു പയ്യനുമായിരുന്നു ഈ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുറച്ച് നോട്ടീസ് ഉണ്ടാവും. ഒരു 150 നോട്ടീസ് ഒരു കെട്ടാക്കിയിട്ട് കൈ തരും. എന്നിട്ട് അവർ പറയുന്ന സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുക്കണം. അന്ന് അവർ പറഞ്ഞത്, ഇവിടെ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് മുസ്ലിം പള്ളികളിൽ പോയിട്ട് നിങ്ങൾ നോട്ടീസ് കൊടുക്കണം, നമുക്ക് കുറച്ച് ചിലപ്പോൾ കോൾസ് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ആദ്യത്തെ തവണയൊക്കെ ഞാൻ ഇവനും കൂടെ ചെന്ന് കറങ്ങി നടക്കും, നോട്ടീസ് ഒന്നും കൊടുക്കാതെ കറങ്ങി നടക്കും. എന്നിട്ട് വേറെ സ്ഥലത്തെ കൊണ്ട് ഒരു ബൈക്കിൻ്റെ ഇടയിലോ വണ്ടിയുടെ ഇടയിലോ കൊണ്ട് വയ്ക്കും. ഈ പള്ളികളൊന്നും പോകാറില്ല. വെറുതെ വെയിൽ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം കൈയോടെ പൊക്കി, പിന്നീട് ഞങ്ങൾ സ്ഥിരം അങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ അന്നൊരു കൊല്ലത്ത് ചവറ ടൈറ്റാനിയം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, KMM. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഒരു മുസ്ലിം പള്ളിയുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇതേപോലെ 150 നോട്ടീസ് തന്നു. അവൻ്റെ ഒരു 200 നോട്ടീസ്, എൻ്റെ ഒരു 200 നോട്ടീസ്, അങ്ങനെയുള്ള ഈ പള്ളികളിലും അവർ കൊടുക്കണം. അങ്ങനെ ഈ ഒരു പള്ളിയാണ് ഞങ്ങൾക്ക് തന്ന ടാർഗറ്റ്. അവിടെ ചെന്നു. ഞങ്ങളൊരു പ്രാർത്ഥന കഴിയുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പേ തന്നെ ഞങ്ങൾ അതിൻ്റെ പ്രവേശന കവാടത്തിൽ വാതിൽ ചെന്ന് ഞങ്ങൾ അപ്പുറത്തിപ്പുറത്തായിട്ട് ഒരു ഭാഗത്ത് വരുന്നവർക്ക് കൊടുക്കാൻ ഇവിടെ അവനും ഇപ്പുറത്ത് ഞാനും നിൽക്കുകയാണ്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു കാര്യം പിടികിട്ടി. ഈ KMML എന്ന് പറഞ്ഞ ആ ഒരു സർക്കാർ സ്ഥാപനത്തിൽ അവിടെ ജോലി ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ആ ഭാഗത്തുള്ള ആളുകളാണ് കൂടുതലും ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ വന്ന് ഈ ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ഇവിടെ തന്നെ സെറ്റിൽ ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഞാൻ ഈ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ചെന്ന് നിന്ന് പള്ളി പിരിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ഇങ്ങനെ കൂട്ടമായിട്ട് വരികയാണ്. വന്നപ്പോൾ എന്താ പറയുക, ഒരു പെർഫ്യൂം, ഒരു ഊതിൻ്റെ ഒരു ഷോപ്പിനകത്തിട്ട് കയറിയതുപോലെ വരുന്നവരും പോകുന്നിടത്തൊക്കെ ഭയങ്കര ഊതിൻ്റെ മണം. ഊതെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഊത്. അപ്പം ഒരു പെർഫ്യൂം ലവർ എന്ന നിലയ്ക്ക് എനിക്ക് ആ പൊരുവെയിലത്ത്, പ്രത്യേകിച്ച് ഹൈപ്പർ ഹൈഡ്രോസിസ് ഉള്ള ഒരു അവസ്ഥയുള്ള എനിക്ക് ആകെ കൂടി ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു മണം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. വരുന്നവരുടെ തക്ക് ഭയങ്കര മണം. അതിൽ വില കൂടിയ മണം ഉണ്ട്, സാധാരണക്കാർ ഉപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെ മണമുണ്ട്. പക്ഷെ അവിടെ ഒന്നും എനിക്ക് ഫ്രഞ്ച് പെർഫ്യൂം ഒന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. കിട്ടിയത് മുഴുവനും സ്പൈസി, ഊത്, ലെതർ, കുങ്കുമപ്പൂവിൻ്റെ അതുപോലുള്ള ഒരുതരം ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള മണങ്ങളാണ് കൂടുതലും കിട്ടിയത്.
അപ്പോൾ അക്കൂട്ടത്തിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മണം ചില ഊതുകൾ മാത്രമായിരുന്നു. ഇടവും വലവും പോകുന്നിടത്തൊക്കെ ഊതിൻ്റെ മണം, ഭയങ്കര മണം. അങ്ങനെ പല പള്ളികളിൽ എനിക്കിങ്ങനെ പിന്നീടുള്ള വെള്ളിയാഴ്ചകളിൽ പോയിട്ട് വന്നു. ഒട്ടുമിക്ക പള്ളികളിൽ ഞാൻ കയറി ഇറങ്ങി പലർക്കും നോട്ടീസ് കൊടുത്തു. പലരും ചിരിച്ചുകൊണ്ട് നോട്ടീസ് വാങ്ങും, ചിലർ വാങ്ങി വായിച്ചിട്ട് പോക്കറ്റിൽ വെക്കും, ചിലർ സംസാരിക്കും. അപ്പോൾ ഇവർ വരുമ്പോഴൊക്കെ ഈ മണമാണ്, ഈ ഊതാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. ഞാൻ അടുത്ത് പോയി നിൽക്കും, ഇത് നന്നായിട്ട് ആസ്വദിക്കും. ചില ഊത് എനിക്ക് തലവിരിക്കുന്നതായിരുന്നു, എന്നാൽ ചിലത് വളരെ ആസ്വാദ്യകരമായിരുന്നു. അത്തരത്തിൽ എൻ്റെ മനസ്സിൽ കുടുങ്ങിയ ഒരു ഊതാണ് ഈ ഊത് എസെൻഷ്യലിൽ ഈ പെർഫ്യൂമിൽ നിന്ന് കിട്ടിയ ഒരു ഊതിൻ്റെ മണം. വളരെ റോ ആയിട്ടുള്ള ഒരു ഊതിൻ്റെ മണം, റോസിൻ്റെ മണമോ മറ്റു മണങ്ങളൊന്നും ചേരാതെ കലർപ്പില്ലാത്ത ഊതിൻ്റെ മണം. ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പറയാതെ എനിക്കിത് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞത്. 6 വർഷമായി ഈ സംഭവം നടന്നിട്ട്. ഇത് ശരിക്കും ഊതിൻ്റെ മണമാണ്. നിങ്ങൾ ഊതിൻ്റെ മണം നല്ല ഊത് വേണം, എനിക്ക് ഊത് ഉള്ള പെർഫ്യൂം വേണം എന്ന് പറയുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഊതാണ് ഈ ഒരു പെർഫ്യൂം. കാരണം ബാക്കി വരുന്ന ഊതിൻ്റെ പെർഫ്യൂമിലൊക്കെ ഒട്ടുമിക്ക ഊതിനും എന്ത് ചേർക്കും? റോസ് ചേർക്കും, അല്ലെങ്കിൽ ലെതർ ചേർക്കും, അതുമല്ലെങ്കിൽ സ്പൈസിനെസ് ചേർക്കും. ഊത് പ്ലസ് ലെതർ, അല്ലെങ്കിൽ ഊത് പ്ലസ് റോസ്, അല്ലെങ്കിൽ ഊത് പ്ലസ് മസ്ക്. അപ്പോൾ അപൂർവമായിട്ടാണ് ഊതിൻ്റെ മണം മാത്രം മുഴച്ചു നിൽക്കുന്ന ഒരു പെർഫ്യൂം കിട്ടുന്നത്. ഇത് തുടക്കം മുതൽ ഒടുക്കം വരെയും ഈ ഒരു മണം തന്നെയാണ്, ഊത് തന്നെയാണ് നിലനിൽക്കുന്നത്. ഡ്രൈ ഡോണിൽ വരുമ്പോൾ ഒരു ധാന്യപ്പുര അല്ലെങ്കിൽ ഒരു കളപ്പുര, അതുപോലെ ഒരു മണമാണ്, ഒരുതരം ഒരു വുഡി, അല്പം സ്പൈസി ആയിട്ടുള്ള ഒരു മണം. ധാന്യപ്പുരയിലൊക്കെ, പത്തായപ്പുരയിലൊക്കെ കയറുമ്പോൾ ഒരു മണം വരാറുണ്ട്, നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും കതിരിൻ്റെയും വിത്തിൻ്റെ ഒക്കെ ഒരു മണം, ഒരു എർത്തി സ്മെല്ല്. ഊതും ഈ പറഞ്ഞൊരു കളപ്പുരയുടെ ഒരു മണമൊക്കെ ചേർന്നുള്ള ഒരു എർത്തി സ്മെല്ലാണ് ഡ്രൈ ഡോണിൽ വരുന്നത്. അപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെയും ഏതാണ്ട് ഈ ഒരു മണം തന്നെയാണ്. അവസാനം വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ നോട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഊത് ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഊതിൻ്റെ പെർഫ്യൂം. ഇപ്പോൾ ഈ ദിവസങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തു, ഊത് വേണം. അവർക്കുള്ള ഒരു നല്ലൊരു ഊതാണ് ഈ ഒരു പെർഫ്യൂം. ഊത് ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുക. ഡാർക്ക് മണങ്ങളോട്, അല്പം മിസ്റ്റീരിയസ് ആയിട്ടുള്ള മണങ്ങളോട് നിങ്ങൾ ഊത് അടിച്ചിട്ട് പോകുമ്പോൾ എന്തായാലും ആൾക്കാർ ചോദിക്കും, ഏത് ഊതാന്ന് ചോദിക്കും. അപ്പോൾ ഊത് അടിച്ചിട്ട് പോയാൽ കോംപ്ലിമെൻ്റ് കിട്ടും എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുക, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ. അതുപോലെ തന്നെ ഊതിൻ്റെ മണം ഇഷ്ടപ്പെടുന്നവർ, ഡാർക്ക് മണങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, അല്പം സ്പൈസി ആയിട്ടുള്ള പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ, നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യാൻ ഏത് പെർഫ്യൂം വർക്കൗട്ട് ആവുന്നവരുണ്ട്. ചിലർക്ക് ഫ്രഷ് പെർഫ്യൂം അടിച്ചാൽ വർക്കൗട്ട് ആവും, ചിലർക്ക് സ്പൈസി പെർഫ്യൂം അടിച്ചാൽ വർക്കൗട്ട് ആവും, ചിലർക്ക് ചില മണങ്ങൾ വർക്കൗട്ട് ആവില്ല. ഇത് ഏത് പെർഫ്യൂം അടിച്ചാലും വർക്കൗട്ട് ആവുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂം. പ്രത്യേകിച്ചും ഡാർക്ക് മണങ്ങളോട് താല്പര്യമുള്ളവർ എല്ലാം പോകും. അവർക്ക് കോംപ്ലിമെൻറ്റ് വേണം, ലാസ്റ്റിംഗ് വേണം, പ്രൊജക്ഷൻ വേണം. ഇതാണ് നിങ്ങളുടെ മാനദണ്ഡമെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ഊത് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മികച്ച ഊതാണ്. ഊത് എസെൻഷ്യൽ, ആ പേര് പോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഊത് പെർഫ്യൂമാണ് ഗിർലാൻ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഹൗസാണ്, നാച്ചുറൽ ഊതാണ്. എനിക്കൊരു സംശയമില്ല, ഗിർലാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് വളരെ പ്രകൃതിദത്തമായിട്ടുള്ള, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നാച്ചുറൽ ഊത് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇതിൽ ഒരു കുങ്കുമപ്പൂവിൻ്റെ മണം കൂടി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒരു കുങ്കുമപ്പൂവിൻ്റെ ഒരു ഫ്ലോറൽ മണവും കിട്ടുന്നുണ്ട്. ഈ 2 നോട്ടാണ് കൂടുതലും വരുന്നത്. ലെതറിൻ്റെ ഒക്കെ നോട്ട് വളരെ കുറവാണ്. അപ്പോൾ ഊതും കുങ്കുമപ്പൂവും ചേർന്നിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ. ഊതും കുങ്കുമപ്പൂവും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട. ഊതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്കറിയാം. ഇനി ഇതെപ്പോൾ ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രിയും പറയും. രാവിലെ യൂസ് ചെയ്യാം, രാവിലെ മഴയുള്ള സമയത്ത് രാവിലെ യൂസ് ചെയ്യാം. പിന്നെ വെള്ളിയാഴ്ച പള്ളികളിൽ പോകുമ്പോൾ, പിന്നെ പ്രത്യേകിച്ച് മുസ്ലിംസ് ആയിട്ടുള്ള സഹോദരങ്ങൾ, അവർക്ക് ഈ പെർഫ്യൂംസ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് ഈ പള്ളിയിൽ പോകാനും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു പെർഫ്യൂമാണ്. ഊത് ഇഷ്ടപ്പെടുന്ന ആർക്കാണെങ്കിലും, അതിന് പ്രത്യേകിച്ച് ഇന്ന സമുദായമൊന്നുമില്ല, ഊത് ഇഷ്ടപ്പെടുന്ന ആരാണോ അവർക്ക് വാങ്ങാം. ഞാൻ പിന്നെ അത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. 2 ml, 5 ml, 10 ml ഡീക്കൻ്റ് ആക്കിയിട്ടുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ചിലർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, 2 ml സ്പ്രേയിൽ നമുക്ക് എത്ര സ്പ്രേ ചെയ്യാൻ പറ്റും? ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം 38 മുതൽ 40 സ്പ്രേ വരെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അത് ധാരാളമാണ്. ഈ ഒരു പെർഫ്യൂം ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള മണങ്ങളോട് താല്പര്യമുള്ളവർ, യഥാർത്ഥത്തിലുള്ള ഊതിൻ്റെ മണം അറിയാൻ ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ യൂസ് ചെയ്യാൻ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം, എല്ലാവരുടെ അടുത്തേക്കും മണം എത്തുന്ന നല്ലൊരു പെർഫ്യൂം, ഊത് ബേസ്ഡ് പെർഫ്യൂം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുന്നതാണ്. മാത്രമല്ല, ഗിർലാൻ എന്നുള്ള ഹൗസ് ഒരിക്കലും ഒരു നിരാശപ്പെടുത്തുന്ന ഒരു ഹൗസല്ല. അവരുടെ ഒരു നല്ലൊരു പെർഫ്യൂമാണ് ഊത് എസെൻഷ്യൽ. ഇത് ഊത് ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്.